കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകൻ ശുഭ്മാൻ ഗിൽ ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരെ 269 എന്ന സ്കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കാരൻ നേടുന്ന 7ാമത്തെ ഉയർന്ന സ്കോറായും അത് മാറി. ലീഡ്സിൽ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഗില്ലിന്റെ ഇന്നിംഗ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി പാകത വന്നൊരു ക്ലാസിക് ടെസ്റ്റ് ഇന്നിംഗ്സ് ആയിരുന്നു അതെന്ന് മനസ്സിലാക്കും. പറഞ്ഞു വരുന്നത് ഗില്ലിനെ കുറിച്ചല്ല കേട്ടോ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരിൽ മുന്നിലുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ആദ്യകാല ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ക്ലാസിക് ബാറ്റർമാർക്ക് ഇവിടെ ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കാം. വിരസമായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്ലാസ് തെളിയിക്കുന്നവർക്കിടയിലേക്ക് ഓടിക്കേറി വന്ന് ക്ഷമയൊട്ടുമില്ലാതെ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തുന്ന ഒരു ഇന്ത്യൻ ഓപ്പണറെയാണ് ഇപ്പോൾ ഓർത്തുപോകുന്നത്. ആയിരത്തി 1996 ലോകകപ്പിൽ അന്നുവരെ ഏകദിന ക്രിക്കറ്റിൽ ഉണ്ടായിരുന്ന ഓപ്പണിംഗ് ബാറ്റിംഗ് ശൈലിയെ തിരുത്തിക്കുറിച്ചത് ലങ്കൻ ഓപ്പണർമാരായിരുന്ന രമേശ് കലുവിതരനായും സനത് ജയസൂര്യയും ചേർന്നായിരുന്നു. വളരെ സാവധാനത്തിൽ നിലയുറപ്പിച്ച് മികച്ചൊരു സ്കോറിലെത്തിയ ശേഷം ആഞ്ഞടിക്കുകയായിരുന്നു ഏകദിന ക്രിക്കറ്റിലെ പരമ്പരാഗത ബാറ്റിംഗ് ശൈലി. എന്നാൽ 1996 ലോകകപ്പിൽ ഈ സഖ്യം അന്നേ വരെ ഉണ്ടായിരുന്ന ഏകദിന ഓപ്പണിംഗ് ശൈലിയെ തിരുത്തിക്കുറിച്ചു. ആദ്യ ഓവറുകളിൽ തന്നെ തകർത്തടിച്ച് പരമാവധി റണ്ണുകൾ നേടി കൂറ്റൻ സ്കോറിലേക്ക് പടിപടിയായി എത്തുക എന്നതായിരുന്നു ഇവരുടെ ശൈലി. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളും ഏറെക്കാലം അടക്കി ഭരിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ മുൻ ഓപ്പണർമാരായ ആദം ഗിൽക്രിസ്റ്റും മാത്യു ഹെയ്ഡനും ഇതേ ശൈലി പിന്തുടരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അക്കാലത്ത് ക്രിക്കറ്റ് നിരൂപകരെയും സീനിയർമാരായ മുൻ താരങ്ങളെയും ഭയന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്തരമൊരു ബാറ്റിംഗ് ശൈലി കൊണ്ടുവരാൻ മുൻഗാമികൾ പലരും അറച്ചു നിൽപ്പായിരുന്നു. ആ സമയത്താണ് നേടുന്ന ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തുന്നൊരു ഹരിയാനക്കാരൻ വീരേന്ദ്ര സെവാഗ് ഇന്ത്യൻ ടീമിൽ സ്ഥിരം ഓപ്പണറായി എത്തുന്നത്. പന്തെറിയാനെത്തുന്നത് പ്രശസ്തിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന അക്തറോ, വസീം അക്രമോ, ബ്രറ്റ്ലിയോ, മഗ്രാത്തോ, ഷെയ്ൻ ബോണോ, മുത്തയ്യോ, മുരളീധരനോ ആകട്ടെ, കൂസിലേതുമില്ലാതെ പന്ത് അതിർത്തി വരെ കടത്താൻ അയാൾ മടിയൊന്നും കാണിച്ചിരുന്നില്ല. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരുടെ ലിസ്റ്റിൽ മുൻനിരയിലായി ഓപ്പണർ വീരേന്ദ്ര സെവാഗിന്റെ പേര് തീർച്ചയായും നമുക്ക് കാണാനാകും. ക്രീസിലെത്തിയാൽ ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിച്ച് തുടങ്ങാൻ ഇഷ്ടപ്പെടുന്ന അപൂർവം ബാറ്ററാണ് വീരു. അതുകൊണ്ട് തന്നെ സെവാഗിന്റെ ബാറ്റിംഗ് കണ്ടവരാരും പിന്നീട് അയാളെ മറക്കാനിടയില്ല. വ്യക്തിഗത സ്കോർ 99-ലും 199-ലും 299-ലും നിൽക്കെ സിക്സർ അടിച്ച് ആ സവിശേഷമായ നാഴികക്കല്ല് ഇരട്ടി ആഘോഷമാക്കാനും അയാൾ ഭയന്നിരുന്നില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാറ്ററായിരുന്നു വീരു. 2004 മുൾട്ടാനിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ 309 റൺസ് വാരിക്കൂട്ടിയാണ് സെവാഗ് ക്രീസ് വിട്ടത്. ഈ ടെസ്റ്റിൽ വ്യക്തിഗത സ്കോർ 295 നിൽക്കെ സിക്സറിലൂടെയാണ് താരം ട്രിപ്പിൾ സെഞ്ചുറി പൂർത്തിയാക്കിയത്. കരിയറിൽ ഇത്ര വലിയൊരു നേട്ടത്തിനടുത്ത് എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് അന്ന് സിക്സറിന് ശ്രമിച്ചതെന്ന് സെവാഗ് ഒരിക്കൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുൾട്ടാൻ ടെസ്റ്റിൽ 295 റൺസുമായി വീരു ബാറ്റ് ചെയ്യുമ്പോൾ ക്രീസിൽ ഒപ്പമുണ്ടായിരുന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. പാക് സ്പിൻ ഇതിഹാസം സക്ലൈൻ മുഷ്താഖാണ് അടുത്ത ഓവറിൽ ബൗൾ ചെയ്യാനെത്തുന്നതെങ്കിൽ ഉറപ്പായും സിക്സർ പറത്തുമെന്ന് വീരു സച്ചിനോട് പറഞ്ഞു. നിനക്ക് വട്ടാണോ എന്നാണ് സച്ചിൻ ദേഷ്യത്തോടെ പ്രതികരിച്ചതെന്നും സെവാഗ് പിന്നീട് വെളിപ്പെടുത്തി. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന ആദ്യ താരമാവാൻ പോവുകയാണ് നീ എന്നാണ് സച്ചിൻ അന്ന് സെവാഗിനെ ഓർമ്മിപ്പിച്ചത്. 295 റൺസിലെത്തി നിൽക്കുമ്പോൾ വീരു നിങ്ങൾ എന്തിനാണ് സിക്സർ അടിക്കുന്നത്? ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു മണ്ടത്തരം കാട്ടുന്ന ആദ്യത്തെയാൾ നിങ്ങളായിരിക്കും. 300 റൺസ് എടുക്കുന്ന ആദ്യ താരമായി നീ മാറാൻ പോവുകയാണ്. എന്തിനാണ് അത് നശിപ്പിക്കുന്നത് എന്നായിരുന്നു സച്ചിൻ ചോദിച്ചത്. അതിനുള്ള സെവാഗിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള മറുപടി ഇപ്രകാരമായിരുന്നു: പാജി, ഇന്ത്യക്ക് വേണ്ടി 295 റൺസ് എടുത്ത ആദ്യത്തെ താരം ഇപ്പോൾ ഞാനാണ്. മറ്റാർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിക്സ് അടിക്കുന്നതിൽ എന്താണ് കുഴപ്പം? സത്യം പറഞ്ഞാൽ ഇനി ആരെങ്കിലും 295 റൺസ് നേടുമോ എന്ന് പോലും എനിക്കറിയില്ല. വീരുവിന്റെ പ്രതീക്ഷ തെറ്റിയില്ല. അടുത്ത ഓവർ എറിയാനെത്തിയത് പാകിസ്ഥാന്റെ ഏറ്റവും അപകടകാരിയായ സ്പിന്നർ സക്ലൈൻ മുഷ്താഖ് തന്നെയായിരുന്നു. സക്ലൈൻ എറിഞ്ഞ ആദ്യ ബോളിൽ തന്നെ ക്രീസിന് പുറത്തേക്ക് ഇറങ്ങി സിക്സറിലൂടെ സ്വതസിദ്ധമായ ശൈലിയിൽ വീരു ട്രിപ്പിൾ സെഞ്ചുറിയിലേക്ക് കുതിച്ചെത്തി. ആ നിമിഷത്തിൽ തന്നേക്കാൾ സന്തോഷം സച്ചിനായിരുന്നുവെന്നും അദ്ദേഹം തന്നെ വാരിപ്പുണർന്ന ശേഷം മുക്തകണ്ഠം അഭിനന്ദിച്ചെന്നും സെവാഗ് മത്സരശേഷം വെളിപ്പെടുത്തി. പാകിസ്ഥാനെതിരെ മുൾട്ടാൻ ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ വെറും 375 പന്തിലാണ് സെവാഗ് 309 റൺസ് അടിച്ചെടുത്തത്. 39 ഫോറുകളുടെയും 6 സിക്സറുകളുടെയും അകമ്പടിയിലാണ് ഒരു ഇന്ത്യക്കാരന്റെ ആദ്യ ട്രിപ്പിൾ സെഞ്ചുറി പിറന്നത് എന്നത് ചരിത്രം. മുൾട്ടാനിലെ 309 റൺസിന്റെ വീരേതിഹാസമായ ഇന്നിംഗ്സിന്റെ പകിട്ടുമായി മുമ്പേ കൃത്യം 4 വർഷങ്ങൾക്കിപ്പുറം ടെസ്റ്റിൽ ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ്
വീരേന്ദ്ര സെവാഗ് തിരുത്തി കുറിച്ചു. 2008-ൽ ചെന്നൈയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ 319 റൺസാണ് വീരു അടിച്ചെടുത്തത്. പിന്നീട് ഒരു ഇന്ത്യക്കാരനും തൊടാനാവാത്ത അത്രയും ഗരിമയോടെ ആ ഇന്നിംഗ്സ് തലയുയർത്തി നിൽപ്പുണ്ട്. വെറും 304 പന്തിൽ നിന്ന് 42 ഫോറും 5 സിക്സറും അടങ്ങുന്നതായിരുന്നു ആ സ്വപ്ന തുല്യമായ സെവാഗ് ഇന്നിംഗ്സ്. നേരിട്ട പന്തുകളുടെ എണ്ണത്തിൽ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി ആയിരുന്നു സെവാഗിന്റേത്. പ്രോട്ടീസ് വടക്കെതിരെ 278 പന്തിലാണ് വീരേന്ദ്ര സെവാഗ് 300 എന്ന മാർജിൻ കടന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒന്നിലധികം തവണ 300+ സ്കോർ നേടിയ 4 ബാറ്റർമാരുണ്ട്. സെവാഗ് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ഇൻഡീസുകാരനായ ബ്രയാൻ ലറ, ക്രിസ് ഗെയിൽ, ഓസീസുകാരനായ ക്രിക്കറ്റ് ഇതിഹാസം ഡൊണാൾഡ് ബ്രാഡ്മാൻ എന്നിവർ മാത്രമാണ് ഈ എലൈറ്റ് ലിസ്റ്റിലുള്ളത്. 1978 ഒക്ടോബർ 20-ന് ഹരിയാനയിലെ നജാഫ്ഗഡിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കൃഷ്ണൻലാലിന്റെയും കൃഷ്ണയുടെയും 4 മക്കളിൽ മൂന്നാമനായാണ് വീരേന്ദ്ര സെവാഗ് എന്ന വീരുവിന്റെ ജനനം. പിതാവിന്റെ ജോലിയുടെ ഭാഗമായി കുടുംബം ഡൽഹിയിലേക്ക് താമസം മാറിയത് കൊണ്ട് തന്നെ ഡൽഹിയുടെ തെരുവുകളിൽ ക്രിക്കറ്റ് കളിച്ചാണ് സെവാഗ് വളർന്നത്. ചെറുപ്പത്തിൽ അച്ഛൻ വാങ്ങി നൽകിയ ക്രിക്കറ്റ് ബാറ്റിനോടുള്ള ഇഷ്ടം പിന്നീട് അയാളിൽ ആഴത്തിൽ വേരുറപ്പിക്കുകയായിരുന്നു. 100 കോടി ഇന്ത്യക്കാരെ പോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ബാറ്റിംഗ് കാണാനായിരുന്നു അയാൾക്ക് പ്രിയം. ഡൽഹിയിലെ അറോറ വിദ്യാ സ്കൂളിലാണ് ചേർത്തതെങ്കിലും പഠിക്കാൻ കാര്യമായി മിടുക്കൊന്നും കുഞ്ഞൻ വീരു പ്രകടിപ്പിച്ചു കണ്ടില്ല. നിരാശരാകാതെ മകന് താല്പര്യമുള്ള ക്രിക്കറ്റ് കളിയിലേക്ക് വഴിതിരിച്ചുവിട്ട മാതാപിതാക്കളായിരുന്നു റിയൽ ഹീറോസ്. അവർ വീരുവിന്റെ ഭാവി മുന്നിൽ കണ്ട് മികച്ച ഇടങ്ങളിൽ ട്രെയിനിങ്ങും ഒപ്പം പ്രോത്സാഹനവും നൽകി. 13-ാം വയസ്സിൽ ക്രിക്കറ്റ് കളിക്കിടയിൽ സെവാഗിന്റെ പല്ല് പൊട്ടിയതോടെ മകന്റെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ അച്ഛൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. എന്നാൽ അമ്മയുടെ വാത്സല്യവും കരുതലും തുണയായതോടെ സെവാഗ് ആ വിലക്ക് മറികടന്ന് ക്രിക്കറ്റിൽ തന്നെ സജീവമായി തുടർന്നു. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജിൽ നിന്നാണ് അയാൾ ബിരുദം പൂർത്തിയാക്കിയത്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ഓപ്പണർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന സെവാഗ് 1999 മുതൽ 2013 വരെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഇക്കാലയളവിൽ ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും 8000-ന് മുകളിൽ റൺസും നേടിയിട്ടുണ്ട്. പാർട്ട് ടൈം ഓഫ് സ്പിന്നറായും സെവാഗ് തിളങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ക്രിക്കറ്റ് കമന്ററി, പരിശീലനം, കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവയിൽ സജീവ പങ്കാളിയാണ്. കവിത സെവാഗാണ് ഭാര്യ. ഇപ്പോൾ സ്വരച്ചേർച്ചയില്ലാത്ത ഈ ബന്ധത്തിൽ 2 ആൺമക്കളും ഒരു മകളുമുണ്ട്. ആര്യവീർ സെവാഗ്, വേദാന്ത് സെവാഗ്, കീർത്തി സെവാഗ് എന്നിവയുടെ കൂട്ടത്തിൽ ആര്യവീർ നിലവിൽ ഡൽഹിയുടെ അണ്ടർ-19 വിഭാഗത്തിൽ ഓപ്പണറാണ്. കൂച്ച് ബെഹാർ ട്രോഫിയിൽ അണ്ടർ-19 വിഭാഗത്തിൽ മേഘാലയക്കെതിരെ 17-കാരൻ ആര്യവീർ സെവാഗ് അടിച്ചുകൂട്ടിയത് 297 റൺസാണ്. 2001-ൽ ഇന്ത്യൻ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ച സെവാഗിന്റെ ബാറ്റിംഗ് ശൈലി അന്നേ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സച്ചിനൊപ്പം തന്നെ ബാറ്റിംഗിന് ഇറങ്ങി തകർത്തടിക്കുന്ന ഓപ്പണറെ ലോകം കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. ഇയാൾ ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിന് മാത്രം ചേരുന്നയാളാണെന്നായിരുന്നു ക്രിക്കറ്റ് പണ്ഡിതരുടെ പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസിലൻഡിനെതിരായ തന്റെ 15-ാം ഏകദിന മത്സരത്തിലാണ് 69 പന്തുകളിൽ നിന്ന് സെഞ്ചുറി അടിച്ച് സെവാഗ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചത്. അക്കാലത്ത് സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ സാക്ഷാൽ ഷാഹിദ് അഫ്രീദിക്ക് തൊട്ടു പിന്നിലായി 2ാമതായിരുന്നു സെവാഗിന്റെ സ്ഥാനം. 2013-ൽ കോഹ്ലി തകർക്കുന്നതുവരെ 60 പന്തിൽ നിന്ന് സെവാഗ് നേടിയ ഏകദിന സെഞ്ചുറി ആയിരുന്നു ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് 100. 2011-ൽ വിൻഡീസിനെതിരെ നേടിയ 219 റൺസാണ് സെവാഗിന്റെ ഏകദിനത്തിലെ കരിയർ ബെസ്റ്റ്. 2014-ൽ 264 റൺസ് അടിച്ച് രോഹിത് ശർമ്മ ഈ റെക്കോർഡ് പഴങ്കഥയാക്കി. 2002-ലാണ് സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിലുള്ള ഇംഗ്ലണ്ട് പര്യടനത്തിലേക്ക് ടെസ്റ്റ് ഓപ്പണറായി സെവാഗ് രംഗപ്രവേശം ചെയ്യുന്നത്. അരങ്ങേറ്റ മാച്ചിലെ ആദ്യ ഇന്നിംഗ്സിൽ 105 റൺസുമായി അയാൾ വിമർശകരുടെ വായടപ്പിച്ചു. ടെസ്റ്റ് കരിയറിൽ സെവാഗ് നേടിയ 23 സെഞ്ചുറികളിൽ 13-ഉം 150 റൺസിന് മുകളിലായിരുന്നു. സച്ചിനെ പോലെ സാങ്കേതികതയുള്ള ബാറ്റർ ആയിരുന്നില്ല വീരു. എന്നാൽ സ്വതസിദ്ധമായ ഹാൻഡ് ഐ കോർഡിനേഷനിലൂടെ അയാൾ കാഴ്ചവെച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതുവരെ കാണാത്ത പവർ സ്ട്രോക്കുകളുടെ കുത്തൊഴുക്കായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ടെസ്റ്റ് മത്സരങ്ങൾ പോലും ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ കുത്തിയിരുന്ന് കാണാൻ പ്രേരിപ്പിച്ച ഇതിഹാസമാണ് വീരു എന്ന ബീസ്റ്റ്.